നമ്മുടെ വലിയൊരു ഫെറോന പള്ളിയിൽ ചാലിശ്ശേരിച്ചൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ്. ആഘോഷ പരിപാടികളല്ലേ ഇത്തവണ കാര്യമായിട്ടുണ്ടെന്ന് കേട്ടെ. നമ്മളായിട്ട് എന്തിനടാ മോശമാക്കണേ? കുഞ്ഞോനെ, നമ്മളായിട്ട് ഒന്നിനും ഒരു കുറവും വരുത്തില്ല. ഈ നാട്ടില് പുരാതന നസ്രാണി കുടുംബങ്ങളിൽ മുൻപന്തിയിലുള്ള കുടുംബം തന്നെ നമ്മുടെ. ഇത്തവണ പ്രസിഡന്റിയായി രണ്ടാളാണ് നമ്മുടെ കുടുംബത്തിൽ. എന്തോ ഇവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് അല്ല, ഞാനിതാരോടാ പറഞ്ഞ. ഒന്നുമില്ല. എടി ആലീസ്, അടുക്കളയിലെ കാര്യങ്ങളെല്ലാം എന്തായി? ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തോല് കൊണ്ടു തന്നില്ലേ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പെരുന്നാളാണ്, എല്ലാവരും തിരക്കിലായിരിക്കും. അതെ, നാടൻ കോഴിയാണ് അവൻ മേടിച്ചു കൊണ്ടിരിക്കുന്നത്. വേവ് ഇത്തിരി കൂടുതലാ. വരവ് കോഴിയൊന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ? കാലം കുറെ ആയില്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തരുന്നു. കുഞ്ഞോനെ, പെരുന്നാളൊക്കെ ആയിട്ട് സാധനങ്ങൾക്കൊക്കെ എന്തോരം വിലയുടെ കൂടിയിരിക്കണേ. ഈ പോക്ക് പോയ അടുത്ത കൊല്ലാവുമ്പോഴേക്കും എന്താവോ? അതിനിപ്പോ എന്താ, നിങ്ങൾ മില്ലിലെ വെളിച്ചെണ്ണയുടെ വിലയും കൂട്ടിയില്ലേ? പിന്നല്ലാതെ നമ്മുടെ കാര്യങ്ങളും നടക്കണ്ടേ? അത് പറഞ്ഞപ്പോഴാണ് ഓർക്കണം, മില്ലിലെ കണക്ക് നോക്കാൻ ഇന്നലെ ടോമിയോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ പണിക്കാർക്ക് നേർച്ചക്കാശ് കൊടുക്കാൻ. റവപ്പള്ളിയിലെ പെരുന്നാളല്ലേ, അവരൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായോ ആവോ? എടാ സാമുവേ, നീ ടോമിയെ കണ്ടായിരുന്നോടാ? ഓ, അവനെയോ? പള്ളിപ്പെരുന്നാളും കഴിഞ്ഞ് കൊടിയിറക്കവും കഴിഞ്ഞ് നേർച്ചക്കാശ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവനെ നോക്കിയാൽ മതി. നിങ്ങൾക്കൊക്കെ എപ്പോ നോക്കിയാലും ആ കുഞ്ഞിന്റെ കുറ്റം പറയാനേ നേരമുള്ളൂ. എനിക്ക് ഇവിടെ എന്ത് കാര്യത്തിനും ഒരു കൈസഹായത്തിനും അവൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ പൊന്നാര മോനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പൊള്ളി. ഞാനൊന്നും പറയുന്നില്ലേ. നീയാണ് അവൻ ഇത്ര വഷളാക്കുന്നത്. പിസക്കെന്നും പറഞ്ഞ് എത്ര കാശാ മുടിപ്പിച്ച് കളഞ്ഞത്. അവൻ ഇങ്ങോട്ട് വരട്ടെ, ആലോചിക്ക് പരിശ്രമം വരിക. നേഴ്സിംഗ് പഠിക്കാൻ എത്ര കാശാ ഈ കുടുംബത്തിൽ നിന്ന് അവൻ ചെലവാക്കിയത്. അതുപോലെ തന്നെയല്ലേ ഞാനും. എന്നിട്ട് എന്തായി? അവനാണെ നാട്ടുകാരും പള്ളിക്കാരും നോക്കി തെണ്ടി നടക്കും. ഞാനാണെ ബാങ്കിൽ ജോലി ചെയ്യുന്നു. കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? അവനോടാണെ ചോദിക്കാനും പറയാനും ആരുമില്ല. കോള കളിച്ച് നടക്കവൻ. അവന്റെ പ്രായത്തിലുള്ള പിള്ളേരല്ലേ കെട്ടും കഴിഞ്ഞ് 2 കുട്ടികളായി. അതെ, ഇന്നൊരു നല്ല ദിവസമായിട്ട് എല്ലാരും കൂടി അവന്റെ മെക്കിട്ട് കയറാൻ നിക്കണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാർക്കൊക്കെ അവനെ വലിയ കാര്യമാണ്. എടി മറിയേ, ഓപ്പനെ എപ്പോ എത്തുമെന്നാ പറഞ്ഞേ? പ്രദർശനത്തിന് മുന്നേ എത്തുമോ അവൻ? എയർപോർട്ടിലെത്തിയിട്ട് വിളിച്ചായിരുന്നു. ഇപ്പൊ വരുമായിരിക്കും. ഈ മറിയെ, പെരുന്നാളിന്റെ പലഹാരങ്ങളൊക്കെ റെഡിയല്ലേ? കോഴിയും മീനും ഒക്കെ പൊരിച്ചു വെച്ചാലും എന്റെ ഓപ്പൻ ഇഷ്ടമുള്ള ചക്കക്കുരുവും മുരിങ്ങക്കോലും ഇട്ട കൂട്ടുകറി ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാക്കിയേക്കണേ. അവൻ എത്ര കാലം കൂടി വരുന്നതാ. നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് ചക്കക്കുരു മുരിങ്ങാക്കോലും ഒക്കെയാണോ ഉണ്ടാക്കുന്നത്? ഓ, കേട്ടിട്ട് തന്നെ എന്തോ മാതിരി. പന്നിയും പോത്തും ഒന്നും ആയില്ലേ? ഏടത്തി ഓപ്പൻ ചേട്ടൻ വിളിച്ചോ? ഞാൻ എയർപോർട്ടിലോട്ട് പോകണോ? ഇല്ലട ടോമേ, വേണ്ട പോണ്ട. എയർപോർട്ടിൽ എത്തിയപ്പോ വിളിച്ചിരുന്നു. ഇപ്പൊ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. വന്നല്ലോ കവലപ്രമാണി. ഇന്നെന്താ കവലനിറങ്ങൾ നേരത്തെ കഴിഞ്ഞോ? ഇതൊന്നും ഇത്ര കാലമായിട്ട് അറിയില്ലേ? പെരുന്നാൾ ദിവസമായിട്ട് ഏത് നസ്രാണിയെ പണിക്ക് പോവാ? പെരുന്നാളായിട്ട് കുഞ്ഞപ്പന് നന്നായിട്ട് മിനിങ്ങിയിട്ടുണ്ടല്ലോ. കുഞ്ഞപ്പൻ എന്താ കുഴപ്പം? എന്നും പെരുന്നാളല്ലേ. ഒപ്പം വന്നു തോന്നണേ. എവിടെ ആയിരുന്നു
അമ്മക്ക് സുഖം തന്നെയല്ലേ? അമ്മയ്ക്ക് എന്താണ് സുഖമല്ലേ? മോന് സുഖമാണോ? വാ വാ മോൻ വാ. മോൻ ഇഷ്ടപ്പെട്ട ചോറും കറികളും എല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറയാല, എത്ര വലിയ ഹോട്ടലിൽ പോയി കഴിച്ചാലും ആ അമ്മൂമ്മയുടെ ആ ചമ്മന്തിയുടെ രുചി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എടാ, നിങ്ങൾക്ക് ഓർമ്മയില്ലടാ, പണ്ട് നമുക്ക് അമ്മൂമ്മ ഉണ്ടാക്കി തരുന്നത് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ചുട്ടെടുത്തിട്ട് കല്ലേൽ ഇങ്ങനെ പുളിയും മുളകും ചേർത്ത് ചതച്ചരച്ചെടുക്കും. അതിന്റെ മേലിലേക്ക് കുറച്ച് കുത്തരിച്ചോറും പുരട്ടിയിടും. എന്നിട്ട് ഉരുളകളാക്കി നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ചത് കഴിച്ചോടാ മക്കളെ എന്ന് പറയും. അത് കഴിക്കുമ്പോ എന്താ ഒരു രുചി. മോൻ ഇപ്പോഴും ഓർത്തിരിക്കണുണ്ടോ ഇതൊക്കെ? നീ പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ? അതിരിക്കട്ടെ, അമ്മയുടെ മുട്ടിന്റെയും നടുവിന്റെയും വേദനയ്ക്ക് വല്ല കുറവുണ്ടോ? ഇപ്പോഴും ആ നാണുവൈദ്യന്റെ കുഴപ്പം തന്നെയാണ് പുരട്ടുന്നത്. എന്തെല്ലാം കഴിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അപ്പന്റെ ചവിട്ടുപിടിയും കൊള്ളാനല്ലേ നേരമുള്ളൂ. മോൻ വന്നോണമെന്ന് അപ്പനിട്ട് പണിയാണല്ലോ. എന്റെ പൊന്നപ്പ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്ത് കോലാതി കുഞ്ഞപ്പോ. കുഞ്ഞപ്പനുള്ളത് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ പെട്ടിക്കകത്ത്. എടുക്കട്ടെ വരണം. കുഞ്ഞപ്പോ, ആ വെടിക്കെട്ടിന്റെ അടുത്തൊന്നും പോയി നിക്കണ്ട. അതെ ചേട്ടായി, ഒരു വിസ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ആർക്കണ്ട സാബു വിസ? നിനക്കാണോ? എനിക്കല്ല, കുഞ്ഞപ്പനെ കയറ്റി വിടാനോ? അതൊന്നും നടക്കില്ല. പൊട്ടന്മാർക്കൊന്നും വിസ കിട്ടില്ല. സകല പൊട്ടന്മാരും എന്നിട്ട് ഗൾഫിലാണല്ലോ. ഓ, ഒരു വലിയ ഗൾഫുകാരൻ വന്നേക്കുന്നു. കുഞ്ഞപ്പനോട് കാശിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്ക്. ചെവിക്ക് ഒരു കേൾവിക്കുറവുമില്ല. എനിക്കിട്ടായിരുന്നു. എടാ, എങ്ങനെ സഹിക്കണടാ നിങ്ങൾ ഇതിനെ? എന്താടാ, നാട്ടുകാരെ നന്നാക്കി നടന്ന് നീ അങ്ങ് ഒലിഞ്ഞു പോയല്ലോ. നിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? നാട്ടുകാരുടെ കാര്യവും നടന്നില്ലെങ്കിലും അവന്റെ കാര്യത്തിന് ഒരു കുറവുണ്ടാവില്ല. എന്തൊരു തളർച്ച പോലെ. എടി മറിയേ, കുറച്ച് വെള്ളം തന്നെ. ഞാനൊന്ന് ഇരിക്കട്ടെ. എന്തൊരു വയ്യായിക പോലെടാ. സാബു, എന്നൊന്ന് പിടിച്ചടാ. അമ്മേ, മറിയേ. എന്താ പറ്റി എന്റെ കുഞ്ഞിന്? ഓപ്പഞ്ചായിട്ട് CPR കൊടുക്കണം. എടാ, ഒന്ന് പിടിച്ചതന്നെ. പേടിക്കണ്ട പേടിക്കണ്ട. ആശ്വാസമായില്ലേ ചേട്ടാ? ഓക്കെ അല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്താ എനിക്ക് പറ്റിയത്? നിങ്ങൾ ആരും വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ചേട്ടാ ചേട്ടാ ശരിയാ ചേട്ടാ. പുണ്യാളാ കാത്തോളണേ. പുണ്യാളം കാത്തു, അത്ര തന്നെ. പുണ്യാളം കാത്തു. പ്രദർശനം ഇങ്ങ് പഠിക്കലെത്താറായി. ഞാനൊന്ന് പോയിട്ട് വരാം. പൊന്നു മോനെ ഓപ്പ, നീ അമ്മച്ചി പറയുന്നത് ഒന്ന് കേൾക്ക്. കുടുംബത്തെയും മക്കളെയും ഓർത്ത് ആരോഗ്യം നോക്കാതെ കള്ളു കുടിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ. എന്റെ മോളുടെ കണ്ണീരെങ്കിലും നീ കാണും. നിനക്ക് വേണ്ടിയാണ് അവളും മക്കളും ജീവിക്കുന്നത്. മക്കൾക്ക് അപ്പന് പകരം വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ്. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു പറയുന്ന പോലെ കണ്ണില്ലാതാവുമ്പോഴാ കണ്ണിന്റെ വില അറിയാം എന്ന് പറഞ്ഞ പോലെയാ എന്റെ മോൻ പുണ്യാളന്റെ ഒരു അനുഗ്രഹമായിട്ടായി കുടുംബത്തിൽ വന്നത്. ഹേ മനുഷ്യ, ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിന്റെ വില? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും അവനെ ഒരു വിലയില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു അവസരത്തില് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കാകുമോ? ഇങ്ങനെയുള്ള സമയത്ത് അത് ഉപയോഗിക്കാനുള്ള അറിവും ശക്തിയും ധൈര്യവും എന്റെ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത് അതെ, അത് പുണ്യാളന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തായാലും ഈ പെരുന്നാൾ വീട് ഒരു സങ്കടക്കടലായേനില്ലേ? നിങ്ങളൊക്കെ എന്ത് കാര്യത്തിനും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവനിലെ നല്ല വശങ്ങൾ ആരും കാണാറില്ല. അവന്റെ മനസ്സ് നീറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെറ്റ വയറിനെ അതിന്റെ വേദന അറിയൂ. പുണ്യാളനായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നത്. അപ്പാ, നമുക്ക് തെറ്റുപറ്റി. നമ്മൾ അവന്റെ കുറവുകൾ മാത്രമേ നോക്കിയുള്ളൂ. എന്നും നമുക്ക് അവനെ കുറ്റം പറയാനേ സമയമുണ്ടായുള്ളൂ. ഞാനടക്കം അങ്ങനെ തന്നെയായിരുന്നു.
അവൻ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ച് കളഞ്ഞു. അവനെക്കുറിച്ചാണെങ്കിൽ പലരും നല്ലത് പറഞ്ഞപ്പോൾ ഞാനതിന് വില കൊടുത്തിട്ടേ ഇല്ല. അവൻ്റെ കഴിവുകൾ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചില്ല. നമ്മളാണെ നമുക്കായിട്ട് തന്നെ ജീവിക്കുന്നു, അവനാണെ നാടിനും വീടിനും വേണ്ടി ജീവിക്കുന്നു. ഒരു വ്യത്യാസമാണ്. ആ മനസ്സ് എല്ലാവരിലും കാണില്ല. അമ്മയ്ക്കത് മനസ്സിലായി. അത് ആ അമ്മ എപ്പോഴും അവൻ്റെ പക്ഷം. ആ, നിങ്ങൾ പറഞ്ഞാലും കാര്യമില്ലായില്ല. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ വേദന കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. അതൊക്കെ എന്റെ മോൻ നന്നാവട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാ. പിന്നെ അവന്റെ നല്ല വശങ്ങളൊന്നും ഞാനും ശ്രദ്ധിച്ചില്ല. ഇനിയുള്ള കാലം അവന്റെ ഇഷ്ടത്തിനൊന്നും നമ്മൾ എതിര് നിൽക്കണ്ട. നമ്മളെക്കാളൊക്കെ അറിവും പ്രാപ്തിയൊക്കെ അവനുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ആ, പ്രദക്ഷിണം എത്തിയല്ലോ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടി തന്നെ പുണ്യാളൻ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാം. ആ കയ്യടി കേട്ടാൽ അറിയാം, these guys have done